നല്ല വെയിലല്ലേ? ഇന്ന് ഞാൻ വന്നിക്കണതേ എല്ലാവരും തലമുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ മൂല്യം കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ നല്ല മൈലാഞ്ചി വേണം, പച്ച മൈലാഞ്ചി. അപ്പം ഞാനിന്ന് താളിയൊക്കെ തേച്ചങ്ങാണ്ട് തലയിൽ താളിയൊക്കെ തേച്ച് ഹെന്ന ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം. നമ്മൾ ഈ ഹെന്ന ഞാൻ പറയുന്ന മാതിരി നിങ്ങൾ ഹെന്ന ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തലമുടി ഉണ്ടല്ലോ തഴച്ച് വളരും ചെയ്യും, നിങ്ങളെ താരനും പോവും. എന്താ പറയുക, ഓരോ തലമുടിൻ്റെ ഇഴകൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഒരു തലമുടിൻ്റെ ഇഴ മറ്റൊരു തലമുടിൻ്റെ ഇഴയിൽ ഒട്ടാതെ നല്ല വിട്ട് വിട്ട് നിന്ന് നല്ല തിക്കായിട്ട് മുടി വളരാനും തിക്കായിട്ട് നിൽക്കാനും ഒക്കെ പറ്റണ നല്ലൊരു വീഡിയോയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കട്ടോ. അപ്പോൾ അതിനതാ ഞാനൊരു ഹെന്ന ചെയ്യാൻ വേണ്ടി ഇതൊരു പഴയ ചട്ടി, മീനൊക്കെ മുറിക്കാനെടുക്കുന്ന ചട്ടിയാണ്. ഇത് കഴുകിയാൽ പിന്നെ നമുക്ക് അതിനൊക്കെ അത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് ഫസ്റ്റിൽ തന്നെ നമ്മളെ മൈലാഞ്ചി ഊരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈലാഞ്ചി ഇതാ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇതാ മൈലാഞ്ചിൻ്റെ മരമാണിത് കേട്ടോ. അപ്പോൾ ഈ മൈലാഞ്ചിൻ്റെ ഊരിയിട്ട് നമുക്കിത് എടുക്കാം. എങ്ങനെയാണ് നോക്കട്ടോ നമുക്ക്. അതാ മൈലാഞ്ചി കൊമ്പ്, ഇത് വലിയൊരു മരമാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിലൊക്കെ സമയം ഉണ്ടെങ്കിൽ തേക്കലുണ്ട് കേട്ടോ. ആഴ്ചയിൽ തേക്കണം. ചിലപ്പോൾ ആഴ്ചയിൽ തേക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് തേക്കണത് നല്ലതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മൈലാഞ്ചിൻ്റെ ഇല ഇങ്ങനെ ഊരിയെടുത്തിട്ട് കുറച്ച് നമ്മളെ തലമുടിക്ക് എത്ര വേണ്ട വെച്ചെങ്കിൽ അത്ര ഇങ്ങോട്ട് ഊരിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇനിയുണ്ട് നമുക്ക് കൂട്ടാൻ. ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഇനി നമുക്കിതിൽ കൂട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സ് തയ്യാറാക്കുന്നത്. നമ്മളെ തലമുടിക്ക് നല്ല തണുപ്പുമാണ്. എത്ര പ്രായമായ ആൾക്കാരായാലും ഇത് ഉപയോഗിക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അത് ഞാൻ മൈലാഞ്ചി ഒന്ന് ഊരിയെടുക്കട്ടെ, എത്രയാണ് വേണ്ടതെന്ന് ഊരിയെടുക്കട്ടെ കേട്ടോ. ഇതാ നമ്മളെ മൈലാഞ്ചിമ ഇഷ്ടം പോലെ മൈലാഞ്ചി ഇലകളുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇത്രയും ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം നമുക്ക് എന്താന്ന് നോക്കാം. നല്ല വെയിലാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആ കറ്റാർ വാഴൻ്റെതാണ് വേണ്ടത്. കറ്റാർ വാഴ ഇവിടെ ഉണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് ഒരൊറ്റ തണ്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. കറ്റാർ വാഴ ഇതാ ഞാൻ ഈ ഒരു തണ്ട് ഇതിമെന്ന് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വലിയ തണ്ട് തന്നെ എടുക്കട്ടെ കേട്ടോ. നല്ല വെയിലല്ലേ? ഇന്ന് ഞാൻ വന്നിക്കണതേ എല്ലാവരും തലമുടി കൊഴിച്ചിലും